എന്തായാലും സുജാതയുടെ ജൈത്രയാത്ര അവിടെ ആരംഭിക്കുന്നു. പിന്നീട് രാജാ സാഹിബിൻ്റെ പക്കലേക്ക് സുജാത എത്തുന്നു. രാജാ സാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കാണ് സുജാതയ്ക്ക് എന്താ പറയുക, സുജാത പെട്ടെന്ന് മെച്യൂറായി. രാജാ സാറിൻ്റെ അടുത്ത് ആക്ച്വലി കൊണ്ടുപോയത് ദാസേട്ടനാണ്. ദാസേട്ടൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ ശുപാർശ. ശുപാർശയല്ല, ദാസന് ഒരിക്കലും ശുപാർശ ചെയ്യില്ല എന്ന് വെച്ചാൽ ശുപാർശയല്ല, ഒരു വാചകം പോസിറ്റീവായിട്ട് സ്പെൻഡ് ചെയ്യും. അതെ, ആ ദാസേട്ടൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൽ ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോഴായിരുന്നു. അന്ന് ഞങ്ങളുടെ പ്രോഗ്രാമായിരുന്നു. അന്ന് ദാസേട്ടൻ ഇങ്ങനെ രാജാ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കൂടെ പാടുന്നൊരു പ്രോഗ്രാമിനൊക്കെ പാടുന്നൊരു കുട്ടിയുണ്ട്, കേട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് പോയി പാടുമായിരുന്നു. അത് ഒരു സെമി ക്ലാസിക്കൽ സോങ്ങാണ് റെക്കോർഡിങ്ങിന് പാടിയത്. അത് ഓക്കെ ആയി. ശരിക്കും അതും രാജാ സാറിന് രാജാ സാർ ആ സമയത്ത് 12 വയസ്സുള്ള ഒരാൾക്ക് പാട്ട് തരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഈ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നു. ഭാഗ്യമുണ്ട്, ഓഫ് കോഴ്സ് നല്ലോണം പാടിക്കാണോ ആ സമയത്ത്. അധികം ഇപ്പോൾ എത്ര കുട്ടികളാണ് പാടുന്നത്, ആ സമയത്ത് അധികം ആരും ഇല്ല. നമ്മുടെ ഒരു ഭാഗ്യമായിരുന്നു അത്. അധികം ആൾക്കാർ പാടി. രാജാ സാറിൻ്റെ ഒരു പാട്ട് നമുക്ക് പാടിക്കൊണ്ട് അദ്ദേഹത്തോടുള്ള നമ്മുടെ കടപ്പാട് നമുക്കിവിടെ ഊട്ടി ഉറപ്പിക്കാം. ഞാനൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ പാട്ട് കാതലോവ്യം എന്ന് പറഞ്ഞ പാട്ടാണ്. അത് സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അത് പാടിയിട്ട് പിന്നെ അത് ഉൾപ്പെടുത്തിയില്ല സിനിമയിൽ. അത് സിനിമയിൽ കാസറ്റിലൊക്കെ വന്നത്. ഞാൻ ജോണി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഇനിയ മനത് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് ശ്രീദേവിക്ക് വേണ്ടി പാടിയ പാട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. ആരൊക്കെ പാടുന്നത്? ജയഭാരതി കഴിഞ്ഞ് ശ്രീദേവിയിലേക്ക് രജനീകാന്തിന്റെ സിനിമ. പുതുവെള്ളം அந்த சுகம் இன்ப சுகம் அந்த மனம் எந்தன் வசம் ஒரு இனிய மனது இசையை அணைத்து செல்லும் இன்பம் புதுவெள்ளம். തമിഴിന് സുജാതയുടെ കരിയറിൽ സവിശേഷമായിട്ടൊരു സാന്നിധ്യമുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്കാൾ കൂടുതൽ ശ്രദ്ധേയമായ അവസരങ്ങൾ ഒരു ഘട്ടത്തിൽ തമിഴാണ് പ്രദാനം ചെയ്തത്. ഇപ്പോൾ ഈ രാജാ സാറിൻ്റെ ഒക്കെ പാടിയതിന് ശേഷം ആക്ച്വലി കുറച്ച് നാൾ പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ പഠിക്കുകയായിരുന്നു. പാട്ടുകൾ വരുമ്പോൾ പോകാൻ പറ്റിയിരുന്നു. ഈ പാട്ട് പാടി എത്രാമത്തെ വയസ്സിലാണ് പാടിയത്? ഇതും ആ സമയത്തൊക്കെ 12, 13. അത് കഴിഞ്ഞ് ടോട്ടലി അധികം പാടിയിരുന്നില്ല. രാജാ സാറിൻ്റെ പിന്നെ ഒരു 2-3 പാട്ട് പാടി. പിന്നെ ആക്ച്വലി അധികം പാടിയിരുന്നില്ല. പിന്നെ റഹ്മാൻ്റെ റോജയിലാണ് കമ്മിങ് ബാക്ക് തമിഴിലേക്ക്.